നിങ്ങൾ എപ്പോഴെങ്കിലും കാറ്ററിംഗിന് പോയിട്ടുണ്ടോ? ഓരോ മിഡിൽ ക്ലാസ് പയ്യനും പറയാനുണ്ടാകും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാറ്ററിംഗിന് പോയൊരു കഥ. അതൊരിക്കലും ലക്ഷറിയായി ജീവിക്കാനല്ല, മറിച്ച് തന്റെ ഓരോ ആവശ്യങ്ങൾക്കും തന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന വാശിയുള്ളത് കൊണ്ടാണ്. പലപ്പോഴും 4 മണിക്ക് വണ്ടി കയറും, പിന്നെ തുടങ്ങുന്ന ഓട്ടാണ്, ദീർഘദൂരമായ യാത്ര, കല്യാണ വീട്ടിലെത്തിയിട്ട് ഭാരമുള്ള പാത്രങ്ങൾ ചുമക്കൽ, ചൂടെടുത്ത് വെന്തുരുകുന്ന കല്യാണ പന്തലിലെ വിയർത്തൊലിച്ചുള്ള നിൽപ്പ്, മണിക്കൂറുകളോളം നിന്നിട്ട് കാല് വേദനിച്ചൊന്ന് നിലത്തിരിക്കാൻ തോന്നുന്നുണ്ടാകും. എന്നിട്ടും ആ പാവങ്ങൾ വരുന്ന അതിഥികൾക്ക് മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് രുചികരമായ ഭക്ഷണം വിളമ്പുന്ന പാവം കാറ്ററിംഗ് ബോയ്സിന് കിട്ടുക എല്ലാവരും കഴിച്ച് ബാക്കിയായ തണുത്തുറഞ്ഞ ഭക്ഷണം. ഇനി ബാക്കിയില്ലെങ്കിലോ ആ പാവങ്ങൾക്ക് പട്ടിണി. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ഓട്ടം അവസാനിക്കുക ഏകദേശം രാത്രിയാകും. പണിയെടുത്ത് അവശനായിട്ടും ആകെ കിട്ടുക 500-600 രൂപ. ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടായിട്ടും ആ പാവം കാറ്ററിംഗ് ബോയ്സ് വീണ്ടും കാറ്ററിംഗിന് പോകുന്നത് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ അന്തസ്സായി തലയുയർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കുണ്ടാവില്ലേ നിങ്ങളോടൊപ്പം കാറ്ററിംഗിന് കൂടെ വന്ന നിങ്ങളുടെ കട്ട ചങ്സ്? അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ആക്കിട്ടോ.